നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയയ്ക്കും രാഹുലിനുമെതിരെ കുറ്റപത്രം സമർപ്പിച്ച ഇഡി ഡൽഹി റോസ് അവന്യൂ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസ് ഈ മാസം 25-ന് കോടതി പരിഗണിക്കും. നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സോണിയാഗാന്ധിയെ 1-ാം പ്രതിയാക്കിയും രാഹുൽ ഗാന്ധിയെ 2-ാം പ്രതിയാക്കിയുമാണ് ഇഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് ഇരുവരെയും ഇഡി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. കേസിൽ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള അസോസിയേറ്റ് ജേർണൽസ് ലിമിറ്റഡിന്റെ 661 കോടിയുടെ ആസ്തികൾ ഏറ്റെടുക്കാനും ഇഡി നടപടി ആരംഭിച്ചിരുന്നു. കേസിൽ ഇതാദ്യമായാണ് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഓവർസീസ് കോൺഗ്രസ് അധ്യക്ഷൻ സാം പിത്രോദയെയും സുമൻ ദുബെയെയും പ്രതി ചേർത്തിട്ടുണ്ട്. കേസ് ഈ മാസം 25-ന് ഡൽഹി റോസ് അവന്യൂ കോടതി പരിഗണിക്കും. ജവഹർലാൽ നെഹ്റു 1937-ൽ പാർട്ടി മുഖപത്രമായി സ്ഥാപിച്ച നാഷണൽ ഹെറാൾഡ് പത്രം പ്രസിദ്ധീകരിച്ചിരുന്ന AJL യങ് ഇന്ത്യ ലിമിറ്റഡ് ഏറ്റെടുത്തതിൽ സാമ്പത്തിക ക്രമക്കേടുണ്ടെന്നായിരുന്നു കേസ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ചേർന്ന് യങ് ഇന്ത്യ വഴി 50 ലക്ഷം രൂപയ്ക്ക് അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിന്റെ 2000 കോടി രൂപയിലധികം വിലമതിക്കുന്ന സ്വത്തുക്കൾ വഞ്ചനാപരമായി ഏറ്റെടുത്തുവെന്നാണ് പരാതിയിലെ പ്രധാന ആരോപണം. 2014-ൽ ഡൽഹി ഹൈക്കോടതിയിൽ BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി സമർപ്പിച്ച ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് 2021-ൽ ED അന്വേഷണം ആരംഭിച്ചത്. അതേസമയം ED കുറ്റപത്രം പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് പ്രതികരിച്ചു. രാഷ്ട്രീയ വേട്ടയാടലുകളിലൂടെ കോൺഗ്രസിനെ നിശബ്ദരാക്കാൻ കഴിയില്ലെന്നും ജയറാം രമേശ് പറഞ്ഞു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.